ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 37-38 വാക്യങ്ങൾ. യേശു ഉറക്കെ നിലവിളിച്ചു, പ്രാണനെ വിട്ടു. ഉടനെ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ട് അടിയോളവും രണ്ടായി ചീന്തിപ്പോയി. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, യേശു ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. കർത്താവിനെ ആരാധിക്കുന്ന ദിവസം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് തന്ന ദിവസം. ആ ദിവസം നമ്മൾ കർത്താവിനെ ആരാധിക്കണം. എന്നാൽ ഇന്നത്തെ ദിവസം നമുക്ക് ധ്യാനിക്കുവാൻ ഈ ഒരു വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്, യേശു ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. പാപം ഇല്ലാത്ത ദൈവം, പാപമെന്തെന്നറിയാത്ത ദൈവം പാപികൾക്കായിട്ട് ഉറക്കെ നിലവിളിക്കുകയാണ്. ശരിക്കും കർത്താവ് നിലവിളിച്ച സ്ഥാനത്ത് നമ്മളായിരുന്നു നിലവിളിക്കേണ്ടത്, നമ്മളായിരുന്നു അലറിക്കരയേണ്ടത്. എന്നാൽ ആ സ്ഥാനത്ത് നിന്നും ദൈവം നമ്മളെ മാറ്റി. കർത്താവ് അവിടെ ഉറക്കെ നിലവിളിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് അലറിക്കരയുന്ന ദൈവത്തെ, കർത്താവിനെ നമുക്ക് ക്രൂശിൽ കാണുവാൻ കഴിയും. ആ അലറി വിളിച്ചുകൊണ്ട്, ഉറക്കെ നിലവിളിച്ചുകൊണ്ട് കർത്താവ് പ്രാണനെ വിട്ടു. എന്നാൽ അത് കഴിഞ്ഞുള്ള വാക്യത്തിൽ, ഉടനെ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ടടിയോളവും രണ്ടായി ചീന്തിപ്പോയി എന്ന് വായിക്കുവാൻ സാധിക്കും. എന്നാൽ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും, ഇന്നത്തെ കാലത്ത് എത്രയോ പേർ, അതായത് ഈ മഹാരക്ഷ, ഈ മഹാഭാഗ്യം ലഭിക്കാത്തവർ പാപമോചനത്തിനായിട്ടും ഒക്കെ പലയിടങ്ങളിലായിട്ട് മലകൾ കയറുന്നു, പല ബലികൾ അർപ്പിക്കുന്നു, അതുപോലെ പള്ളികളിൽ, അമ്പലങ്ങളിൽ, അങ്ങനെ അവർക്ക് തോന്നുന്ന ഇടങ്ങളിലെല്ലാം അവർ പാപമോചനത്തിനായി നടക്കുമ്പോൾ കർത്താവ് ദൈവമക്കൾക്ക് നൽകിയൊരു ഭാഗ്യമുണ്ട്. ഏത് സമയവും ദൈവസന്നിധിയിൽ കടന്നു ചെല്ലാം എന്നൊരു ഭാഗ്യം. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ മഹാപുരോഹിതന് മാത്രമല്ല, ഏത് ദൈവമക്കളായിരിക്കുന്നവർക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനുള്ളൊരു സാവകാശമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവിൻ്റെ മരണത്തോടുകൂടെ ആ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ടടിയോളം രണ്ടായി ചീന്തിപ്പോവുകയാണ്. അതിലൂടെ നമ്മൾ ഇങ്ങനെയുള്ള മനോഭാവത്തോടെ ആയിരിക്കട്ടെ, സന്തോഷത്തിൽ, സങ്കടത്തിൽ, നമ്മുടെ പ്രതികൂലത്തിൽ, പ്രതിസന്ധികളിൽ, ഏത് സമയവും നമുക്ക് ഇന്ന സ്ഥലത്ത് പോകണ്ട, നമുക്ക് പണം കൊടുത്ത് ഇന്ന സ്ഥലം വരെ പോകണ്ട, ഇന്ന കാര്യങ്ങൾ ചെയ്യണ്ട, നമ്മൾ എവിടെയാകുന്നു അവിടെ നിന്ന് നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുവാനുള്ളൊരു സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഇത്ര വലിയൊരു ഭാഗ്യം ദൈവമക്കളായ നമുക്കല്ലാതെ ആർക്ക് കിട്ടും? ഇതിൽ നമ്മൾ എത്രയോ ഭാഗ്യമുള്ളവരാണ്. ആ ദൈവസന്നിധിയിൽ നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ സന്തോഷങ്ങളെല്ലാം പങ്കുവയ്ക്കുമ്പോൾ കർത്താവ് നമുക്ക് തരുന്ന ഒരു ആത്മസന്തോഷമുണ്ട്, ഒരു സ്വർഗീയ സമാധാനമുണ്ട്. അത് അനുഭവിക്കുന്നത് എങ്ങനെ നന്ദി പറയണമെന്ന് നമുക്ക് ദൈവത്തോട് പറയണമെന്ന് അറിയില്ല. അത്രത്തോളം ദൈവം നമുക്ക് സ്വർഗീയ സമാധാനം തന്ന് അനുഗ്രഹിക്കുകയും നമ്മളെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കർത്താവാണ്. ഏത് കാര്യങ്ങൾക്കും പോംവഴി നൽകുന്ന ദൈവം. അപ്പോൾ ആ കർത്താവിൻ്റെ അടുത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെന്ന് ദൈവത്തോട് സംസാരിക്കുവാൻ ഉള്ളൊരു സ്വാതന്ത്ര്യമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. എത്ര മഹാനായ വ്യക്തിയാണ് വലിയവനായ യേശു ക്രിസ്തു. കർത്താവ് നമുക്ക് നമ്മുടെ പാപങ്ങളെ വീണ്ടെടുത്ത്, കർത്താവ് നമ്മെ സ്വന്തം മക്കളും അവകാശികളുമാക്കി തീർത്ത്, ആ കാൽവരി ക്രൂശിൽ നമുക്ക് ഇത്രത്തോളം സന്തോഷവും ദൈവസന്നിധിയിൽ ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യവും നൽകുന്നതിൻ്റെ പിന്നിൽ ദൈവം അനുഭവിച്ച ആ ഒരു വലിയ വേദനയുണ്ട്. ശാരീരികമായ വേദനയും മാനസികമായ വേദനയും അനുഭവിച്ച കർത്താവ് അവിടെ അലറി കരയുന്നവനായി തീർന്നു. എന്നാൽ ആ മന്ദിരത്തിലെ തിരശ്ശീല ചീന്തിപ്പോകുന്നതിലൂടെ കർത്താവ് നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട്
നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എപ്പോൾ വേണമെങ്കിലും ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് കർത്താവ് സന്തോഷിക്കുകയാണ്. കാരണം ദൈവമക്കൾ ദൈവസന്നിധിയിൽ കടന്നു വരുന്നത് ദൈവത്തിന് സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പോൾ കർത്താവിനെ നമ്മൾ വിശുദ്ധിയോടുകൂടെ കർത്താവിനെ നമ്മൾ ആരാധിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടും കൂടെ സ്വർഗീയ പിതാവിനെ നമ്മൾ ആരാധിച്ച് മഹത്വപ്പെടുത്തി വാഴ്ത്തി നമ്മൾ വണങ്ങണം. ഇന്നത്തെ ഒരു ദിവസം ഈ രീതിയിലുള്ള ചിന്തയ്ക്കായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന് സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന കഴിപ്പാൻ ഇടയാക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.